ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകൂടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇതു സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में। कानपुर से भोपाल का सेक्शन है, बीच में आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा। एक्सेस कंट्रोल रहेगा, कंप्लीट एक्सप्रेसवे की तरह का है। 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको। कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗവുമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെക്സ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹന അപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൗണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ, സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി.
സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. +1 ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോങ്കോയെ 1-2 ഗോളിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളിന് പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 ഗോൾ നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000-ഓളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ.
കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.